നമുക്കൊപ്പം രഘുനാഥേട്ടൻ ചേരുന്നുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് സംസാരിക്കാം അല്ലേ? രഘുനാഥേട്ടാ, മാനസികമായി എന്താ ഇപ്പൊ തോന്നുന്നത്? BJP സ്ഥാനാർത്ഥിയായി പഴയ DCC ഭാരവാഹി വരുന്നു എന്നുള്ളത് ചിലരിലെങ്കിലും ഇന്നലെ വളരെ പെട്ടെന്ന് ഞെട്ടലുണ്ടാക്കിയിരുന്നു. പൂർണ്ണ സംതൃപ്തി. പാർട്ടി മനസ്സിലൊരു ആത്മസംഘർഷമുണ്ടോ? ഇല്ല, തീർച്ചയായും. അതൊക്കെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അതൊക്കെ ചേരുന്നതിന് മുന്നേ അല്ലാതെ ചേർന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഈ പാർട്ടിയിൽ വന്നതിന് ശേഷം പൂർണ്ണ സംതൃപ്തവാനാണ്. പാർട്ടി എന്നോട് കാണിച്ച ഈ സ്നേഹത്തിന് ഏറെ കടപ്പാടുണ്ട്. ഇത് ചരട് വലിച്ചൊരു കക്ഷി ഇവിടെ നിൽപ്പുണ്ട്. നമ്മളെ ഇദ്ദേഹം ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ്. എന്താ പേര്? PR രാജൻ. എനിക്കൊന്നു അങ്ങേക്കൊപ്പം BJPയിലേക്ക് വന്ന താങ്കളുടെ തൊട്ടടുത്തുള്ള പ്രവർത്തകരുണ്ട് അല്ലേ? നമസ്കാരം. എന്താ പേര്? അജയൻ പഴയ DCCയിലെ ഭാരവാഹിയല്ല? താങ്കളും കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു? അല്ല, BJP ആയിരുന്നു. താങ്കൾ കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു. താങ്കളും കോൺഗ്രസ് പ്രവർത്തകർ. ഇവിടുത്തെ പ്രസിഡന്റ് മണ്ഡലം സെക്രട്ടറി എന്റെ പേരെന്തായിരുന്നു? ജോസ് പ്രകാശ്. യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും ഇവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയും അല്ലേ? ഇവർ രണ്ടുപേരും താങ്കൾക്കൊപ്പം BJPയിലേക്ക് പോയി. കുറെ ആളുകളുണ്ട്. എനിക്കൊന്ന് ഓരോ മണ്ഡലത്തിലും 100-ൽ കുറയാത്ത ആളുകളെ BJP ക്യാമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലയിൽ നിന്ന് ഏകദേശം 100-ൽ കുറയാത്ത ആളുകൾ എന്നോടൊപ്പം പാർട്ടിയിൽ ചേർന്നിട്ടുണ്ട്. ഓക്കെ, അത് ഒരു കണ്ണൂർ ജില്ലയിൽ ഒരു 10-300 പേരെങ്കിലും ഇതിനോടകം പാർട്ടിയിൽ എന്റെ കൂടെ ചേരുക മാത്രമല്ല വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എന്റെ സഹായത്തോടെ. അതായത് രഘുനാഥേട്ടന്റെ വ്യക്തിപരമായ സൗഹൃദങ്ങൾ ഉപയോഗിച്ചും അതായത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളോടും ഐക്യപ്പെട്ടുകൊണ്ട് ആളുകൾ BJPയിലേക്ക് വന്നിട്ടുണ്ട്. അർത്ഥത്തിൽ അത് BJPക്ക് ഒരു വലിയ ആർത്ഥത്തിലൊരു വലിയ നേട്ടമാണ് അല്ലെ? ഒറ്റയടിക്ക് ഇത്രയും പേർക്ക് പോകുന്നു. ഒരുപാട്. കാരണം കോൺഗ്രസിന്റെ കോട്ടയിലൊരു വിള്ളലുണ്ടായി. കോൺഗ്രസിനകത്ത് നിൽക്കുന്ന പല നേതാക്കന്മാരിപ്പോ പറയുന്നത് രഘുവേട്ടനാണ് കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ നമ്മൾ ഒന്നും നോക്കില്ല, വോട്ട് രഘുവേട്ടനായിരിക്കും, പൂർണ്ണ പിന്തുണ ഉണ്ടാവുന്ന പറയുന്നത്. ചിലർ പ്രത്യക്ഷത്തിൽ വരാൻ മടിക്കുന്നവരുണ്ട്, പക്ഷേ പിറകിൽ ഒരുപാട് പേരുണ്ടെന്നുള്ളത് ഇതൊരു ചരിത്രമാണ്. മാത്രമല്ല, ഈ പട്ടികയിലുള്ള 3 പേര് UDFിലെ പഴയ കരുത്തരാണ്. അഥവാ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് AK ആന്റണിയുടെ മകൻ മാത്രമല്ല, കോൺഗ്രസിന്റെ ഡിജിറ്റൽ ക്യാമ്പയിനെ നയിച്ചിരുന്നയാളാണ്. മറ്റൊരാൾ കാലിക്കറ്റ് VC ആയിരുന്നു, ലീഗിന്റെ നേതാവായിരുന്നു. ആ ഘട്ടത്തിൽ കാലിക്കറ്റ് VC ആയിട്ട് വന്നയാളാണ് അബ്ദുൽ സലാം. ഇതായിപ്പോ രഘുനാഥ്. 3 പേരും ഇത് നമുക്ക് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണ്. അതൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് തീർച്ചയായും അല്ലേ? അതെ. ശ്രീ രഘുനാഥേട്ടാ, ഈ തീരുമാനം എന്നാ എടുക്കുന്നത്? തീരുമാനം ഡിസംബറിലാണ്. കഴിഞ്ഞ ഡിസംബർ. നമുക്ക് അങ്ങോട്ട് കഴിഞ്ഞ ഡിസംബർ 24-ാം തീയതിയാണ് ഞാൻ പാർട്ടി ചേരുന്നത്. കഴിഞ്ഞ ഡിസംബർ മാസം 24-ാം തീയതി, അത് 2024 തൊട്ട് മുമ്പ് ആ തീരുമാനം എടുത്തു. അതെ, 2023 ഡിസംബർ 14-ാം തീയതിയാണ് പാർട്ടിയിൽ നിന്ന് വിടാനുള്ള തീരുമാനം ഞാൻ എടുത്തു. പാർട്ടിയിൽ നിന്നുള്ള വിടാനുള്ള തീരുമാനം കഴിഞ്ഞ കുറെ കാലമായി എന്റെ മനസ്സിലുണ്ടായ ഒരു കാര്യമാണ്. കാരണം കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ചില അപമാനങ്ങൾ ഒക്കെ സഹിച്ചുകൊണ്ട് കുറെ കാലമായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിജിയുടെ പുതിയ കാലഘട്ടത്തിലെ പ്രവർത്തന ഒക്കെ നോക്കിക്കാണുമ്പോഴും ഒരു മാറ്റം ഞാൻ ആഗ്രഹിച്ചു. അതായത് പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചത് കോൺഗ്രസിനുള്ളിൽ നേരിട്ട അപമാനമാണ്. അതൊരു ഘടകമാണ്. തന്നെ അവഗണിക്കുന്നു എന്ന് തോന്നി. തീർച്ചയായും. അതൊന്ന്. 2, നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പിൽ ആകർഷകരായി. ഈ 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഈ അപമാനം എന്ന് പറയുമ്പോൾ ആരാണ് ശരിക്കും അവഗണിച്ചത്? ഇപ്പൊ കോൺഗ്രസ് ക്യാമ്പ് അറിയാമല്ലോ, കണ്ണൂരിൽ അത് K. സുധാകരനാണ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ കണ്ണൂർ ജില്ലാ ലീഡർഷിപ്പ് ഞാൻ പിണറായി വിജയനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്, അറിയാം. മത്സരിച്ചതിന് ശേഷം 2.5 വർഷക്കാലമായി കണ്ണൂർ ജില്ലയിലെ ഒരു പാർട്ടി പരിപാടി എന്നെ വിളിക്കാറില്ല. അത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പാർട്ടി വിരുദ്ധനായിരുന്നില്ല, പാർട്ടിക്കെതിരായി നിന്നല്ല. K. സുധാകരൻ സ്റ്റേറ്റ് പ്രസിഡന്റാണെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ച ഒരാൾ ഞാനാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ സുധാകരൻ പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. ഇന്നലെ തന്നെ നിങ്ങളൊരു പുതിയ ലിസ്റ്റ് വന്ന് കാണും. അത് എനിക്ക് തോന്നുന്നത് 5 വർഷം മുന്നേ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കാലത്തുള്ള ഒരു ലിസ്റ്റാണ്. വീണ്ടും സുധാകരൻ വരുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് കേരളത്തിൽ കോൺഗ്രസിനകത്തൊരു മാറ്റം ഉണ്ടാകുന്നു. എല്ലാ രീതിയിലും ചെറുപ്പക്കാരെ കൊണ്ടുവരുന്ന അതെ. K. സുധാകരന് സംഭവിച്ച ഒരു ദൗർബല്യമാണോ, അതല്ല K. സുധാകരനെ നിസ്സഹായാവസ്ഥയിലേക്ക് എത്തിക്കുകയാണോ? K. സുധാകരനെ നിസ്സഹായസ്ഥിതിയാണ് എന്റെ വിശ്വാസം. കാരണം അദ്ദേഹത്തിന്റെ ചുറ്റും ആരാണ് ഈ ശരിക്കും നമ്മൾ ഇനിയിപ്പോ താങ്കൾ എന്തായാലും BJP ക്യാമ്പിലാണ്. കോൺഗ്രസിലെ കുറെ പ്രവർത്തകർക്ക് അതിനകത്ത് ആശങ്കയുണ്ട്. ശരിയാണ് താങ്കൾ പറഞ്ഞതുപോലെ. K. സുധാകരനെ നിസ്സഹായനായി നിർത്തുന്നത് ആരാണ്?
കണ്ണൂർ ജില്ലാ DCCയുടെ ചില ആളുകൾ. കണ്ണൂർ ഞാൻ ജില്ലാ ഒരു പാർട്ടി വിട്ട ഒരാളെന്ന രീതിയിൽ ഇനി ആ പാർട്ടിയെ കുറിച്ച് പറയാൻ ആ ഉദ്ദേശിക്കുന്നു. പാർട്ടിയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയെ എടുത്ത് പറയാൻ ആഗ്രഹിക്കും. പക്ഷെ സുധാകരൻ കണ്ണൂരിലെ കോൺഗ്രസിനകത്തെ ഒരു ഉപജാപ സംഘത്തിന്റെ കയ്യിലാണ്. അത് സംസ്ഥാനത്തായാലും ജില്ലയിലായാലും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യം, കെ സുധാകരൻ കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ DCCക്കുള്ളിലുള്ള ഒരു ഉപജാപക സംഘത്തിന്റെ കയ്യിലാണ് കെ സുധാകരൻ എന്നുള്ളത്. അതുകൊണ്ട് കെ സുധാകരൻ രാഷ്ട്രീയമായി നിസ്സഹായാവസ്ഥയിലേക്ക് പോകുന്നു. ഉപജാപക സംഘത്തിന്റെ പിടിയിലാണ് കെ സുധാകരൻ. ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് നമ്പർ 1. അതൊരു സൂചന കൂടിയല്ലേ? നിങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമില്ലേ? ഇന്നും മോശമല്ലാന്ന് എന്റെ വിശ്വാസം. പക്ഷെ ഈ ഡിസംബർ 24 തീരുമാനമെടുത്തതിന് ശേഷം ഫോൺ വിളിച്ചില്ലേ? കെ സുധാകരന്റെ ഫോൺ നമ്പർ കാണാതറിയാലോ. അന്ന് അദ്ദേഹം കാലത്ത് വിളിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഫോൺ എടുക്കാൻ ഞാൻ തയ്യാറായിട്ടില്ല. ഞാൻ പാർട്ടി വിടാൻ തീരുമാനിച്ച് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിച്ച്, ഞാൻ പടിയിറങ്ങുന്നു എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ്. അന്ന് രാത്രി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ വേണുഗോപാൽ എന്നെ വിളിക്കാൻ ശ്രമിച്ചു എന്നാണ് അവരുടെ അടുത്ത ആളുകൾ 2-3 തവണ എന്നെ വിളിക്കാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഫോൺ ആവശ്യമില്ല, ഞാൻ തീരുമാനം എടുത്തതാണ്. ഞാൻ വൈകുന്നേരം 5 മണി വരെ ഈ പ്രസ്താവന ഇറക്കുന്നവരെ നിങ്ങൾക്ക് എന്നെ വിളിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 6 മാസക്കാലമായി ഞാൻ ജൂലൈ 6-ാം തീയതി പാർട്ടി വിടാൻ തീരുമാനിച്ച ഒരാളാണ്. ജൂലൈ 6-ാം തീയതി പാർട്ടി വിടാൻ തീരുമാനിച്ച അന്ന് കാലത്ത് സുധാകരന്റെ ആളുകൾ എന്നെ വന്ന് കസ്റ്റഡിയിലെടുത്തു, അക്ഷരാർത്ഥ കസ്റ്റഡിയിലെടുത്ത്. ഇനി നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല, പത്രക്കാർക്കൊക്കെ അറിയാം, ഞാൻ പത്രക്കാർ തിരിച്ചയച്ചാണ്, നിങ്ങളെ കാണുന്നില്ല. ഈ പറഞ്ഞ ജയന്ത് അടക്കമുള്ള ആളുകൾ കണ്ണൂരിൽ വന്നു. നിങ്ങൾ അങ്ങനെ പാർട്ടി വിട്ടു പോകരുത്, എല്ലാ പ്രശ്നങ്ങളും. എനിക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. എനിക്ക് ഏറ്റവും അവസാനം ഉണ്ടായത് കഴിഞ്ഞ 14-ാം തീയതി, ഡിസംബർ 14-ാം തീയതി ധർമ്മടത്ത് വെച്ച് UDFന്റെ ഒരു ജാഥ നടക്കുകയാണ്, സംസ്ഥാന തലത്തിലെ ജാഥ. KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ധർമ്മടത്ത് ഒരു പരിപാടി നടക്കുമ്പോൾ ധർമ്മടത്തെ സ്ഥാനാർത്ഥിയായ ഞാൻ, അതോടൊപ്പം തന്നെ ധർമ്മടത്തെ UDF ചെയർമാനായിരുന്ന ഞാൻ, DCC ഭാരവാഹിയായിരുന്ന ഞാൻ, സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളെ പരിപാടിയിൽ വിളിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നില്ല. എന്നെ അർജുനാണ് വിളിച്ചത്. നിങ്ങളുടെ അർജുനാണ് എന്റെ പാലത്തിന്റെ ഇടയ്ക്ക് വിളിച്ചു ചോദിക്കുക, അല്ല നിങ്ങളെ കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞാലേ എനിക്ക് വരാൻ കഴിയും. ഞാൻ ആ സമയത്ത് തന്നെ ലീഗിന്റെ ചില നേതാക്കന്മാരും UDF നേതാക്കന്മാരും കെ സുധാകരനെ കാണാൻ പോയി. C രഘുനാഥൻ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കണം. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദേഹം പാർട്ടിയിലില്ല എന്നാണ് എന്റെ വിശ്വാസം. അതാണ് ആയിരിക്കും, എന്തായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് പറ്റിയെന്ന് എനിക്ക്. പക്ഷെ അദ്ദേഹം പാർട്ടിയിലുണ്ടായെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പറഞ്ഞ അന്ന് രാത്രിയാണ് ഞാൻ അദ്ദേഹത്തിന് 7 മണിക്കാണ് KPCCക്കും AICCക്കും കത്തയക്കുന്നത്. ആ കത്തയച്ചു കഴിഞ്ഞതിന് ശേഷം കെ സുധാകരൻ താങ്കളെ എന്നെ രാവിലെ 6 മണി മുതൽ വിളിച്ചു, 11 മണി വരെ. 11 മണിക്കാരൻ എന്നെ പക്ഷെ അത് പോകരുത് എന്ന് പറയാനായിരിക്കും, ചിലപ്പോഴായിരിക്കും ഞാൻ സംസാരിക്കാൻ. പക്ഷെ കെ സുധാകരനും പക്ഷെ ആ ഫോണൊന്നും പോകുന്നതിനെ കുറിച്ച് കെ സുധാകരൻ എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞത്, അണികൾ അസംതൃപ്തരായാൽ അവർ BJPയിലേക്ക് പോകും എന്ന് പറഞ്ഞത് എന്റെ അഭിമുഖത്തിലാണ് കെ സുധാകരൻ. അപ്പൊ അത് കെ സുധാകരൻ അറിയാം താങ്കൾ അതൃപ്തനാണെങ്കിൽ എപ്പോഴേക്കും വേണമെങ്കിലും BJPയിലേക്ക് മാറാൻ. പക്ഷെ അദ്ദേഹം എപ്പോഴും ധരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനത്തിൽ ഞാൻ നിൽക്കുന്നതാണ്. കാരണം എന്നെ രാവിലെ 6 മണി തൊട്ട് ചില ആളുകൾ വിളിച്ച് സുധാകരനെ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നെ ഒരു 10 തവണയെങ്കിലും വിളിക്കാൻ ശ്രമിച്ചിരുന്നു. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു. കാരണം എല്ലാവരോടും ഞാൻ പറഞ്ഞു, ഇന്നലെ വൈകുന്നേരം 6 മണി വരെ നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ സമയമുണ്ടായിരുന്നു. ഞാനൊരു തീരുമാനം എടുത്തിരിക്കുന്നു, പാർട്ടി വിടാനാണ്, BJP പോകാനല്ല. പാർട്ടി വിടാൻ 10 ദിവസത്തിന് ശേഷം BJPയിലേക്ക് പോകും. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പാർട്ടി വിട്ട അന്ന് മുതൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എന്നെ കാണാൻ വന്നിരുന്നു. അപ്പൊ എന്റെ ഒരു സംശയം ഉണ്ടായിരുന്നു, കണ്ണൂരിൽ താങ്കൾ DCC ഭാരവാഹിയായിട്ട് ഏറെക്കാലം പ്രവർത്തിച്ചു. കണ്ണൂരിലെ ജനങ്ങൾക്ക് താങ്കൾ ഒരു കോൺഗ്രസുകാരനാണ്. ഇപ്പോൾ താങ്കൾ BJP ടിക്കറ്റിൽ അവരോട് വോട്ട് ചോദിക്കാൻ പോകുന്ന സമയത്ത് ഒരു കോൺഗ്രസുകാരനായിരുന്ന DCC ഭാരവാഹിയായിരുന്ന രഘുനാഥ് BJP കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത്, അത് താങ്കളുടെ ഉള്ളിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ? എന്റെ ഉള്ളിൽ ഒരു ആശയക്കുഴപ്പമില്ല. ഞാൻ വളരെ സത്യസന്ധമായി പറയാം, പൂർണ്ണ ആത്മസംഘർഷമുണ്ടോ? ഒരു തരത്തിലില്ല. ആത്മസംഘർഷം ഇല്ലാന്ന് മാത്രമല്ല, പൂർണ്ണ സംതൃപ്തവാനും കൂടെയാണ്. കാരണം ഈ സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നതിനെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല. ഒരു ബൂത്ത് കമ്മിറ്റിയിൽ പോലും വിളിക്കാൻ തയ്യാറാവാത്ത ഒരു പാർട്ടിയിൽ നിന്ന് പോയി അഖിലേന്ത്യാ തലത്തിൽ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയിൽ എടുക്കുക മാത്രമല്ല, ഇന്ന് പ്രഖ്യാപിച്ച 150 പേരിൽ ഒരാളായി എന്നെ പ്രഖ്യാപിച്ചാൽ ഞാനെന്നൊരു ആത്മസംഘർഷം. 195 പേരിൽ ഒരാളാണ് ഇന്ന് പ്രഖ്യാപിച്ച ദേശീയ പാർട്ടിയിൽ 195 പേരുടെ സ്ഥാനാർത്ഥിത്വം. താങ്കൾക്കൊപ്പം 1000-ഓളം ആളുകൾ BJP ക്യാമ്പിലേക്ക് വരികയും ചെയ്തു. വൈ BJP എന്നൊരു ചോദ്യം ഈ 10 ദിവസങ്ങൾക്കുള്ളിൽ താങ്കളിലുണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ കോൺഗ്രസിൽ നിന്ന് താങ്കൾ മാറുകയാണെങ്കിൽ CPM ഉണ്ട്, CPI ഉണ്ട്, ലീഗുണ്ട്, അല്ലേ? എന്നെ ഞാൻ പാർട്ടി രാജിവെച്ചതിന് ശേഷം ബന്ധപ്പെട്ടതിൽ പ്രമുഖരായ CPM നേതാക്കന്മാരുണ്ട്.
എല്ലാ പാർട്ടിക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് CPM-ലേക്കോ CPI-ലേക്കോ പോവാഞ്ഞത്? CPM എന്ന് പറയുന്ന പാർട്ടിയെ കുറിച്ച് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. നിങ്ങൾക്കൊക്കെ അറിയുന്നതിനപ്പുറം CPM വേട്ടയാടപ്പെട്ട ഒരാളാണ് ഞാൻ. കണ്ണൂർ ജില്ലയിൽ വീട് ആക്രമിച്ച് ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച അപൂർവ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാൾ ഞാനാണ്. ഒരു കാര്യം കൂടി, താങ്കൾ DCC ഭാരവാഹിയായിരുന്ന് RSS-ലേക്ക് അല്ലെങ്കിൽ BJP-യിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായുള്ള ന്യായമായൊരു സംശയം, താങ്കൾക്ക് BJP-യുടെ ദേശീയ ആശയവുമായിട്ട് ഒത്തുപോകാൻ കഴിയുമോ എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ആ പ്രത്യയശാസ്ത്രധാരയിൽ നിന്ന് കാര്യമായി വ്യത്യാസപ്പെട്ട് നിന്ന ഒരാളല്ല. BJP-യിലെ വോട്ടർമാർക്കും താങ്കളെ മനസ്സിലാവും. അതായത് താങ്കളുടെ രാഷ്ട്രീയം കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്. ഞാൻ എന്നൊരു മതേതര വിശ്വാസിയാണ്. പക്ഷെ അതേസമയം വിശ്വാസിയുമാണ്. ഞാൻ അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഒരു ദൈവവിശ്വാസത്തിന്റെ ഭാഗമായി യാത്ര ചെയ്ത ഒരാളല്ല. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിച്ച് വന്ന ഒരാളാണ്. ശാഖകളിലേക്ക് പോയിട്ടുണ്ട്? ഇല്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. RSS ഇല്ല, ക്യാമ്പുകളിൽ പോയിട്ടില്ല. പക്ഷേ BJP-യുമായി നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. BJP-യുടെ സുഹൃത്തുക്കളുമായുണ്ട്. അതിനേക്കാൾ ഉപരി ഇടതുപക്ഷത്തിന്റെ ആളുകളായിട്ടുണ്ട്. MV ജയരാജൻ ഞാൻ ഒരേ കാലഘട്ടത്തിൽ പഠിച്ച ആളുകളാണ്. ഞാൻ അറിയാൻ ചോദിച്ചു, DCC ഭാരവാഹി എന്നതിൽ BJP ക്യാമ്പിലേക്ക് പോകുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലാതായി തീരുകയും CPM-നെ കുറിച്ച് ആലോചിക്കുന്ന സമയത്തോ CPI-യെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇനി പോണ്ട, ഇപ്പൊ വടകരയുണ്ടല്ലോ, തൊട്ടടുത്താണല്ലോ, നമുക്ക് എന്നെ സംബന്ധിച്ച് എന്നെ ശാരീരികമായി നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു പാർട്ടി CPM-ആണ്. അതുകൊണ്ടാണ് CPM-നെ കുറിച്ച് അതിനകത്ത് എന്റെ കുടുംബം പോലും എന്റെ കുഴപ്പം നിൽക്കില്ല എന്നറിയാം. CPM-കാര് എന്റെ വീട്ടിൽ വന്ന് ആ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തപ്പോഴും എന്റെ വീട്ടുകാർ പൂർണ്ണമായി എതിരായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ അങ്ങ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. എന്തുകൊണ്ടാണ് BJP-യിലേക്ക് വന്നത് എന്നതിനുള്ള ഉത്തരവുമായി ഇനി അറിയേണ്ട ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ, ഇതൊക്കെ BJP മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളാണ്. കണ്ണൂരിൽ പോകുമ്പോൾ ഒരു വലിയ ന്യൂനപക്ഷ വോട്ട് ബാങ്കുണ്ട്. അപ്പോൾ താങ്കൾ അവരെ എങ്ങനെയാണ് ഇനി അഭിസംബോധന ചെയ്യാൻ പോകുന്നത്? ന്യൂനപക്ഷ വോട്ട് മാത്രമല്ലല്ലോ, ന്യൂനപക്ഷങ്ങളിൽ ആരാണ് രാമക്ഷേത്രത്തിനെതിരെ? വളരെ ചുരുങ്ങിയ ആളുകളാണ്. എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ ഇന്ന് കാലത്ത് എന്റെ വീട്ടിൽ വന്നതിൽ ഭൂരിഭാഗം മുസ്ലിം സുഹൃത്തുക്കളാണ്. ലീഗിന്റെ അണികളടക്കം ഇന്ന് കാലത്ത് വന്നിട്ടുണ്ട്. ഇവരൊക്കെ കണ്ടു നിൽക്കുമ്പോൾ കളിക്കുന്നിടയ്ക്ക് നോടി വന്നവരുണ്ട്. അതിൽ മുസ്ലിം സുഹൃത്തുക്കൾ, മുസ്ലിം ജനസാമാന്യമായി നിങ്ങൾക്ക് ഞാൻ സ്വകാര്യമായി കാണിച്ചു തരാം. ഗൾഫിൽ നിന്നൊക്കെ മുസ്ലിം സുഹൃത്തുക്കൾ അയക്കുന്നത് ആരാണ് ഈ രാമക്ഷേത്രത്തിനെതിരെ? മുസ്ലിം ജനസാമാന്യത്തിനെതിരെ വിഷയമാണെങ്കിലും ശരി, ഇത്തരം വിഷയങ്ങളിലൊന്നും താങ്കൾ നേരത്തെ എടുത്ത നിലപാടിനോട് വല്ലാതെ രീതിയിൽ വ്യത്യാസപ്പെട്ട് നിൽക്കുന്നില്ലേ BJP-യുടെ ആശയങ്ങൾ? ഇല്ല 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 ഇല്ല. അപ്പൊ താങ്കൾ ഏറെക്കുറെ ഞാനിത് രംഗത്ത് BJP ആശയധാരയിൽ നിന്ന് വലിയ വ്യത്യാസപ്പെട്ട് കോൺഗ്രസിനകത്ത് നിൽക്കുമ്പോഴും ലീഡർഷിപ്പ് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ സ്വതന്ത്രമായ ചില കാഴ്ചപ്പാടുകൾ ചില വിഷയങ്ങളിൽ ഇരിക്കണ്ടേ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് DCC ഭാരവാഹി ആയിരിക്കുന്ന സമയത്ത് തന്നെ BJP-യുടെ നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പിനെ താങ്കൾ അംഗീകരിച്ചിരുന്നു. തീർച്ചയായിട്ടും അല്ലേ? അദ്ദേഹത്തിന്റെ കഴിവിനെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ എതിരാളി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് സംസാരിച്ചു കാണും. അതൊക്കെ എന്റെ രാഷ്ട്രീയ ചുമതലയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കാൻ BJP-ക്ക് കഴിയുമെന്നുള്ള ധാരണയെ എന്റെ മനസ്സിലന്നുകൊണ്ട് ഇന്നുണ്ട്. കാരണം DCC ഭാരവാഹിയിരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. കാരണം കോൺഗ്രസ് പൊടുന്നനെയുടെ ഒരു 10 ദിവസം കൊണ്ട് മാത്രം ഉണ്ടായ ഒരു ആലോചനയല്ല. നേരെ മറിച്ച് കോൺഗ്രസിനകത്ത് ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്, ഒരു ലീഡർഷിപ്പ് ഇല്ലാത്ത കോൺഗ്രസ്, കുടുംബാധിപത്യത്തിലേക്ക് ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്. ഞാനൊക്കെ അടിയന്തരാവസ്ഥയിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കുടുംബാധിപത്യത്തിനെതിരെ സമരം ചെയ്ത ആളാണ്. അന്നത്തെ കേസുകാരാണ് നമ്മളൊക്കെ. കാനഡ അടക്കമുള്ള ആളുകൾ AICC പങ്കെടുത്തപ്പോൾ ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിര എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത് സമരം നടത്തി KSU ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. 36 നേതാക്കളാണ് ഒരൊറ്റ മാസം കൊണ്ട് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ ഒരാൾ താങ്കൾ കൂടിയാണ്. 37ാമത്തെ ആളാണ്. ഇനിയും വരാൻ സാധ്യതയുണ്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് നേതാക്കന്മാർ. ഉറപ്പാണോ? ഉറപ്പ്. ഞാൻ കണ്ണൂരിൽ നിന്നുണ്ടാവും. എല്ലാവരും കാത്തു നിൽക്കുന്നത് പാർട്ടിയുടെ പുനഃസംഘടനയാണ്. ഇന്നലെ തിരക്ക് പിടിച്ച് കണ്ണൂരിലെ അങ്ങ് പലപ്പോഴും K. സുധാകരന്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടി ആയിരുന്നതുകൊണ്ട് ഞാൻ തുറന്നു ചോദിക്കാണ്. അപ്പോൾ K. സുധാകരന്റെ പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ വളരെ ഓപ്പണായ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. കോൺഗ്രസ്സുകാരനായിരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു താങ്കളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ലീഡർഷിപ്പിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് അങ്ങനെ കാഴ്ചപ്പാടുണ്ട്. K. സുധാകരന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ BJP-യുടെ നേതൃത്വത്തെക്കുറിച്ച് ഒരു അനുകൂലമായ മനോഭാവമുണ്ട്. സത്യസന്ധമായി അങ്ങ് പറയണം. നമ്മൾ ഈ കടപ്പുറത്ത് ഞാൻ അങ്ങനെ പറയില്ല. അത് പൊതുവെ ആൾക്കാർ അങ്ങനെ പറയുന്നത് ഞങ്ങളുടെ സ്വകാര്യമായ സംഭാഷണത്തിൽ പലതും പറഞ്ഞിട്ടുണ്ടാവും, പല ചർച്ചകൾ നടത്തി. തള്ളിക്കളയുന്നില്ല. അത് പറയുന്നത് ശരിയല്ല. പറഞ്ഞിട്ടില്ലെന്ന് പറയാൻ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. അതിൽ ഇതൊരു വിഷയമായിരിക്കും. പക്ഷെ അതുകൊണ്ട് സുധാകരൻ നാളെ BJP-യിലേക്ക് പോകുന്നു ഞാൻ പറയില്ല. രാഷ്ട്രീയം എനിക്ക് പറയാൻ. പക്ഷേ മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് എത്തിയേക്കാം.
കേരളത്തിലെ പുനഃസംഘടന കഴിഞ്ഞാൽ പുനഃസംഘടനക്ക് ഇപ്പോഴും തിരക്കിട്ട് 77 പേരുടെ പേര് പറഞ്ഞത് എന്താണെന്ന് അറിയോ? ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ 100ഓളം ഭാരവാഹികൾ കേരളത്തിൽ രാജിവെച്ച് കോൺഗ്രസ് ചേരും. ഇപ്പോഴും DCC പുനഃസംഘടന എന്ന് പറഞ്ഞ ആളുകളെ പിടിച്ചു നിർത്തുക. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു 25ഓളം DCCയുടെ ഇന്നത്തെ നേതാക്കന്മാർ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകും. പാർട്ടിയിൽ വിട്ടുപോകും. 25 പേര് DCC. അത് എനിക്കറിയില്ല. പക്ഷെ കോൺഗ്രസ് വിട്ടുപോകും. അവരെ പലരോടും പറഞ്ഞിരിക്കുന്നത് നിങ്ങളെയൊക്കെ തന്നെ DC ഭാരവാഹിയാക്കുന്ന. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച കണ്ണൂരില് പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ സ്ഥാനത്ത് നീക്കം ചെയ്യപ്പെട്ട കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റുമാർ സമാന്തര യോഗം ചേർന്നു. ഞങ്ങളെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് ഇതിനകത്ത് ഒരു പുനഃസംഘടനയാണ്. ഇതിനകത്ത് പുനഃസംഘടന നടക്കാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഒരു പുനഃസംഘടന ഉണ്ടാവില്ല. പാർട്ടി 25 DCC ഭാരവാഹികൾ പാർട്ടി വിട്ടുപോകും. തീർച്ചയായിട്ടും അല്ലെ? എനിക്കൊന്നു താങ്കൾക്കൊപ്പം പാർട്ടി വിട്ടുവന്ന കുറച്ച് പേരുണ്ടായിരുന്നു ഇതിലൂടെ. എന്താണ് നമുക്കൊന്ന് കാണാം, ഒരേ കൂടി ഒന്ന് കണ്ടേക്കാം, ഒരിക്കൽ കൂടി നമുക്ക് കണ്ടേക്കാം. നിങ്ങൾക്കും ഈ ആത്മസംഘർഷങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. അതായത് രഘുനാഥിന്റെ ലീഡർഷിപ്പ് അംഗീകരിച്ചുകൊണ്ട് വരുന്നതാണ് അല്ലെ? നിങ്ങളും പാർട്ടിയിൽ അപകടം നേരിട്ടവരാണോ? ആണ് അല്ലെ? അപ്പൊ ഇനിയും കുറച്ച് നേതാക്കൾ കൂടി വരാൻ സാധ്യതയുണ്ടോ സുഹൃത്തുക്കൾ? തീർച്ചയായിട്ടും. എന്താ അവസ്ഥ? ഇപ്പൊ രഘുനാഥ് പറയുന്നത് 25 DCC ഭാരവാഹികൾ പാർട്ടിയിൽ നിന്ന് മാറാൻ പോവാണെന്നാണ്. അത് 25 അതിൽ കൂടുതൽ തന്നെ വരും. കൂടുതൽ വരും അല്ലെ? ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ പോക്ക് ആ രീതിയിലാണ്. നയിക്കാനൊരു ലീഡർ ഇല്ല എന്ന രീതിയിൽ അല്ലെ? അങ്ങനെ കാര്യങ്ങൾ പോകുന്നു. സംസ്ഥാന ഈ തെരഞ്ഞെടുപ്പിൽ എത്ര ശതമാനം വോട്ട് പിടിക്കും? ശതമാനത്തെ കുറിച്ചല്ല, വിജയിക്കും. പിന്നെ എന്താണ് സംശയം? ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കോൺഗ്രസിന്റെ കോട്ടകളിലുള്ള ഒരു സ്വാധീനം തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രവർത്തകരുടെ സ്വാധീനമുണ്ട്. ഒപ്പം തന്നെ പൊതുരംഗത്തുള്ള എന്റെ സ്വാധീനങ്ങളുണ്ട്. ഞാനൊരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, നിരവധിയായ ചാരിറ്റി സംഘടനകൾ എനിക്കുണ്ട്. ഞാൻ ലൈബ്രറി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ NGO ആയ ട്രോമ കെയർ എന്ന് പറയുന്ന ട്രാക്ക് വോളണ്ടിയേഴ്സിന്റെ ഇത്രയും വായിക്കുകയും ഇത്രയും ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് BJPയിലേക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടായില്ലേ? ബുദ്ധിജീവികളുടെ കേന്ദ്രമല്ലേ BJP? അങ്ങനെയാണ്. കോൺഗ്രസിനേക്കാളും എത്രയോ മെച്ചപ്പെട്ട വായനയുള്ളവരാണ്. കോൺഗ്രസിനകത്ത് വായിക്കുന്ന എത്ര പേരുണ്ട്? വായിക്കുന്ന ആളുകളുടെ പേപ്പർ പോലും വായിക്കാത്തവരാണ്. ബുദ്ധിജീവികളുടെ എണ്ണം നോക്കിയാലും കോൺഗ്രസിനേക്കാൾ ഭേദം BJPയാണ്. തീർച്ചയായിട്ടും അല്ലെ? കോൺഗ്രസ് പേപ്പർ പോലും വായിക്കാത്തവരാണ് കോൺഗ്രസിനകത്ത് പല നേതാക്കന്മാരും. അവരുടെ പേരുണ്ടോന്ന് മാത്രം നോക്കി വായിക്കുന്നവരാണ്. ഇതെനിക്കറിയുന്നവരാണ്. അതൊരു വല്ലാത്ത പഞ്ച് ഡയലോഗായി പോയി അല്ലെ? ഓരോരുത്തരും ശരിയാണ്. ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ ഉണ്ട്. അവരിതിൽ KSU നിലവാരത്തിൽ നിന്ന് ഉയരാത്ത നേതാക്കന്മാരുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. KSU കാലഘട്ടത്തിലായിരിക്കും ഈ പേരടിച്ചു വരുമ്പോ യൂണിറ്റ് പ്രസിഡന്റ് ഇയാളുടെ പേരുണ്ടോ നോക്കി വായിക്കുന്ന ഒരു കാലമുണ്ട്. ഞാനൊക്കെ 73-ൽ ബ്രണ്ണൻ കോളേജിലെ KSUന്റെ നേതാവാണ്. ഞാൻ ബ്രണ്ണൻ കോളേജ് ചെയർമാനായിരുന്നു, SN കോളേജ് കൌൺസിലറായി, സെനറ്റ് മെമ്പറായിരുന്നു, KSU സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഇന്നുള്ള എല്ലാ MPമാരും എന്റെ സമകാലീനന്മാരാണ് കോൺഗ്രസിനകത്തുള്ള. അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ചെറിയ ആളൊന്നുമല്ല. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിച്ചാൽ മറ്റേ ധർമ്മടത്ത് മത്സരിക്കാൻ പോകുമ്പോ യഥാർത്ഥത്തിൽ അതൊരു ട്രാപ്പായിരുന്നു. ട്രാപ്പ് എന്ന് പറയുന്നില്ല, പക്ഷെ പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് മത്സരിക്കേണ്ടതായിരുന്നു. കാരണം KPC പ്രസിഡന്റ് പോലും എന്റെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിച്ചിരുന്നില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാത്രി 9:30 പറയുന്നത് എനിക്ക് അയാളെ അറിയില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഒരു 4 നൂറ്റാണ്ടായിട്ട് അറിയുന്ന ആളാണ്. അദ്ദേഹം കണ്ണൂരിൽ ആദ്യമായി മത്സരിക്കുന്ന തൊട്ട് അവസാനം പരാജയപ്പെടുന്നവർ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് വേണ്ടി പരിശ്രമിച്ച ആളാണ്. KPC പ്രസിഡന്റ് ആകുന്ന ആ ദിവസം ഡൽഹിയിൽ അദ്ദേഹം എടുത്ത പൂവ് ഞാൻ കൊടുത്ത പൂവാണ്. ചോദിക്കട്ടെ, സാധാരണ BJPയെ കുറിച്ച് BJPയിലേക്ക് MLAമാർ പോകുന്നത് രണ്ട് രീതിയിലാണ്, അല്ലെങ്കിൽ നേതാക്കന്മാർ പോകുന്നത്. ഒന്ന്, ആ പ്രത്യയശാസ്ത്രത്തിൽ ആകർഷകരായിട്ട് പോകുന്നു. 2, പണം വാങ്ങിച്ചു പോകുന്നു എന്നൊരു ആരോപണമുണ്ട്. ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് ചോദിക്കുക, നമ്മൾ അതിനകത്ത് മറയൊന്നും വേണ്ടല്ലോ, നേരിട്ട് ചോദിക്കുക. BJPക്ക് പണം കൊടുത്തിട്ട് ആളുകളെ സ്വാധീനിക്കാൻ താങ്കൾക്ക് അത് കിട്ടിയിട്ടില്ലല്ലോ? ഇല്ല, എനിക്ക് കിട്ടില്ല. എനിക്കത് ആവശ്യമില്ല. എനിക്ക് ഒരു പാർട്ടിക്കാരന്റെ പൈസ ആവശ്യമില്ല. ഞാൻ പാർട്ടിക്ക് അങ്ങോട്ട് കൊടുത്ത ശീലം മാത്രമേ ഉള്ളൂ. കോൺഗ്രസ്സുകാരൻ ഇപ്പം കൊടുക്കലുണ്ട്, ഇന്നലെ രാത്രിയും കൊടുത്തിരിക്കുന്നു. അത്രയും പറയുന്നു. എനിക്ക് കോൺഗ്രസ്സുകാരന്റെ പൈസ ആവശ്യമില്ല, BJPക്കാരന്റെ പൈസ. അത്യാവശ്യം ഇന്ത്യയിൽ തരക്കേടില്ലാത്തൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ് ഞാൻ. 30 വർഷമായി ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും എനിക്ക് ശാഖകളും എനിക്ക് കമ്പനികളും ഉണ്ട്. അതിന്റെ ഒരാളാണ്. എനിക്ക് ഈ പാർട്ടിയിൽ നിന്ന് 1000 രൂപ വേണ്ട ആവശ്യമില്ല. താങ്ക് യു, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോ അങ്ങനെ ഒരു തരത്തിലുള്ള അത്തരം സ്വാധീനങ്ങൾക്ക് വലയപ്പെടാതെ നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പിനെ അംഗീകരിച്ച് കോൺഗ്രസിന്റെ നിസ്സഹായാവസ്ഥയിൽ നിന്ന് കോൺഗ്രസ് ഒരു വിഭാഗം ഉപജാപക വൃന്ദത്തിന്റെ കയ്യിലകപ്പെട്ട നേതൃത്വത്തോട് കലഹിച്ച് പുറത്തേക്ക് വന്നയാളാണ്. 10 ദിവസം കൊണ്ടാണ് ആ തീരുമാനമെടുത്തത്. ആത്മസംഘർഷം ഇപ്പോഴില്ല. ആ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഒഴിച്ചു നിർത്തിയാൽ ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. ജനങ്ങൾ അഭിമുഖീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. എന്തൊരു അഭിമുഖീകരിക്കുന്നത് അല്ലെ? ഇന്ത്യൻ പ്രധാനമന്ത്രി നയിക്കുന്ന ഒരു പാർട്ടി, നരേന്ദ്രമോദിയെ പോലെ ഇന്ത്യയെ ലോകത്തിലെ 1-ാം നമ്പർ ആക്കി തീർക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവായി മത്സരിക്കാൻ ഞാനെന്തൊരു വേദനിക്കണം. സന്തോഷത്തോടു കൂടിയാണ്. ഞാനൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. DCC ഭാരവാഹികളല്ലാതെ മറ്റേതെങ്കിലും പാർലമെന്ററി സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ
ഇനി അടുത്ത 5 വർഷം കൂടി BJP ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ BJP ക്യാമ്പിലെത്തും? ഇന്ന് സംസ്ഥാന തലത്തിൽ ചില നേതാക്കന്മാർ ഞാനുമായി ബന്ധപ്പെട്ടു. സംസ്ഥാന തലത്തിൽ അതിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിലുള്ള ഒരു നേതാവ് ഇന്ന് കാലത്ത് തന്നെ വിളിച്ച് അടിയന്തരമായി എന്നെ ചേർക്കണമെന്ന്. തിരുവനന്തപുരം DCCയുടെ 5 ഭാരവാഹികൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. എറണാകുളത്ത് നിന്ന് 150ഓളം ആളുകളെ ഞാൻ ചേർത്ത് കഴിഞ്ഞു. മിനിയാന്ന് ചാവക്കാട് വെച്ച് 100ഓളം ആളുകളെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന്, അതൊക്കെ എന്റെ സ്വാധീനം തന്നെയാണ്, നമ്മളുമായിട്ട് സൗഹൃദ ബന്ധമുള്ളവർ, അവരെ ചേർത്ത് കഴിഞ്ഞു. കേരളത്തിലെ ജില്ലാതലത്തിലുള്ള സംസ്ഥാന തലത്തിലുള്ള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരുപാട് നേതാക്കന്മാർ വരും. ഇടതുപക്ഷ ഘടകകക്ഷികളിൽ നിന്ന് വരും. ഇടതുപക്ഷ ഘടകകക്ഷികളിൽ നിന്ന് വരും. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട. ഇന്ന് രാവിലെ ചില ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ സ്വകാര്യമായി അവരുടെ മെസ്സേജ് കാണിച്ചു. ഓക്കെ, അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം BJP ക്യാമ്പ് കംഫർട്ടബിൾ ആണോ? അവിടെ വന്നാൽ വേണ്ടത്ര പരിഗണന ലഭിക്കുമോ എന്നത് എനിക്ക് കിട്ടിയ പരിഗണന പോരെ നിങ്ങൾക്ക് അതിന്റെ ഉദാഹരണം? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ എന്നെ ഞാൻ വന്നിട്ട് നമ്മളിത് തുറന്ന് സംസാരിച്ചു. ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ തുറന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയെന്നില്ല. അപ്പൊ എന്തുകൊണ്ട് BJPയിലേക്ക് എത്തി എന്നുള്ളത് പറഞ്ഞു. എന്താണ് വോട്ടർമാരോട് പറയാൻ പോകുന്നത് അതും കൂടി ഒന്ന് പറഞ്ഞു. വോട്ടർമാരോട് ഇത്തവണ NDA സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എന്നെ വിജയിപ്പിക്കണം. അറിയാതെ പ്രസംഗത്തിനിടയിൽ കൈപ്പറ്റിച്ചിട്ടൊന്നും വരും. ഇല്ല അങ്ങനെയൊന്നുമില്ല. അതിന്റെ ഹാങ് ഓവർ ഒക്കെ തീർന്നു. താമര ചിഹ്നത്തിൽ തന്നെ നിങ്ങൾ വോട്ട് ചെയ്യണം. കാരണം ഈ രണ്ടുപേരും അവിടെ എത്തിയിട്ട് ഒന്നും ചെയ്യാനില്ല. ഒന്ന് പാർലമെന്റിൽ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്ന പേരുകളാണെങ്കിൽ പാർലമെന്റ് ഒരു പെർഫോമൻസും കാഴ്ചവെക്കാതെ 5 വർഷത്തിന്റെ 19 തവണ മാത്രം വായ തുറന്ന ഒരാളാണ് മത്സരിക്കാൻ പോകുന്നത് കേട്ടു. കണ്ണൂര് 27% മാത്രമാണ് ഫണ്ട് വിനിയോഗിച്ചതെന്നാണ് 27% കുറച്ചധികം ഉണ്ടാവും. അത് അദ്ദേഹം പറയുന്നതാണ്, കുറച്ചധികം ഉണ്ട്. എന്നാൽ പോലും 100% ഫണ്ട് വിനിയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. കേസിനെതിരെ മത്സരിക്കുമ്പോൾ കേസാണ് മത്സരിക്കാൻ വരുന്നതെങ്കിൽ ഒരു വിഷമം ഉണ്ടാവും. ഇല്ലല്ലോ, എന്തൊരു ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കണം എന്റെ ആഗ്രഹം. അതിൽ KS ആരാണ്? കുറച്ച് ആ ചോദ്യത്തിന് പ്രസക്തല്ല. KS അല്ല. നാളെ രാഹുൽ ഗാന്ധി കണ്ണൂർ മത്സരിച്ചാൽ പാർട്ടി കേസ് മത്സരിക്കുന്നില്ല എന്ന് ഏറെക്കുറെ തീരുമാനിച്ചു. ഒന്നുകിൽ അല്ലെങ്കിൽ അബ്ദുൾ റഷീദ്, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആര് വന്നാലും കണ്ണൂരിൽ NDA സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കും. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഞങ്ങളുടെ ആത്മവിശ്വാസം. പുതിയ രാഷ്ട്രീയ തട്ടകത്തിന്, പുതിയ രാഷ്ട്രീയ ജീവിതത്തിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. അപ്പോൾ അവളെ കടപ്പുറത്ത് ഇതിന് യാത്രയാവുകയാണ്. അപ്പോൾ നല്ല ചൂടാണ്, ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കണം. BJP കണ്ണൂരിലത്തെ രാഷ്ട്രീയം പറഞ്ഞ രാവിലെ 6 മണിക്ക് തുടങ്ങി 12 മണി വരെ അവസാനിക്കുന്ന പ്രചരണം. രാവിലെ 6 മണിക്ക് ഞങ്ങളൊക്കെ ഇറങ്ങും. ആയിരക്കണക്കിന് ആളുകൾ കാണും. കോവിഡ് സമയത്തായിരുന്നു ഞാൻ സ്ഥാനാർത്ഥിയായത്. കോവിഡ് ബാധിച്ചതുപോലും ഞാൻ അറിഞ്ഞില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് എനിക്ക് കോവിഡ് ഉണ്ടായിരുന്നു എന്ന് മാസങ്ങൾക്ക് ശേഷം ആണ് എനിക്ക് മനസ്സിലായത്. കാരണം ആളുകളെ കെട്ടിപ്പിടിക്കുക, കുറച്ചുപേർക്ക് കോവിഡ് കൊടുത്തു എന്നില്ല, എനിക്ക് വാങ്ങിയെന്നുള്ള കാര്യമുണ്ട്. ജനങ്ങളുടെ നിൽക്കുമ്പോൾ ഇതൊന്നും ക്ഷീണമൊന്നും ഒന്നും അറിഞ്ഞില്ല. 7 കിലോ കുറഞ്ഞിട്ട് പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ ജനങ്ങളാണ് ഊർജ്ജമാണ്. കണ്ണൂരിലത്തെ കോൺഗ്രസുകാരനായ പഴയ കോൺഗ്രസുകാരൻ എന്നുള്ള രീതിയിൽ കണ്ണൂരിലെ കോൺഗ്രസുകാർ എന്നെ സഹായിക്കും. ഒപ്പം തന്നെ രാഷ്ട്രീയം ഇല്ലാത്ത ആളുകൾ എന്നെ സഹായിക്കും. മതന്യൂനപക്ഷങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകും. എന്റെ രാഷ്ട്രീയത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ ക്രെഡിബിലിറ്റി അവർക്കറിയാം, എന്റെ സമീപനം അറിയാം. അതുകൊണ്ട് ആരും തന്നെ എന്നെ കൈവിടില്ല എന്നാണ് എന്റെ വിശ്വാസം. BJP-കാരനായതുകൊണ്ട് എന്നെ മാറ്റി നിർത്താൻ കണ്ണൂരിലെ ജനങ്ങൾക്ക് സാധിക്കില്ല. സ്ഥാനാർത്ഥി ആയാലും പറ്റില്ല. താങ്ക് യു. അപ്പോ ആദ്യ അഭിമുഖം അനുവദിച്ചതിന് താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. അപ്പോ ഉഷാറായ കാര്യങ്ങൾ നടക്കട്ടെ.